മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നൊരു ദിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതൊരു ഇലാഹില്ല, സുബ്ഹാനക നിന്നെ പരിശുദ്ധനാക്കുന്നു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് 40ഓളം ദിവസം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു രക്ഷപ്പെടുത്തി. അങ്ങനെ തിരിച്ചു വരുമ്പോഴുണ്ട് അക്രമികളായ അവിശ്വാസികളായ നാട്ടുകാർ മുഴുവൻ തൊപ്പിയും തൽപ്പാക്കം വെച്ച് നല്ല ദീനിയായിട്ട് പള്ളിയും മറ്റും മറിച്ച് നിസ്കാരമൊക്കെ കാണുന്നുണ്ട്. എന്താ അത്ഭുതം! ഞാൻ പോകുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പണങ്ങാൻ തന്നെ കാരണം ഇവരെ നന്നാവുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ സംഭവം? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് കാരണം فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس. ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് അല്ലാഹു ശിക്ഷ നൽകിയിട്ട് അവരുടെ വിശ്വാസം കാരണം ആ ശിക്ഷയെ അല്ലാഹു പിൻവലിച്ചവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂനുസ് നബിയുടെ സമുദായമാണ്. ശിക്ഷ തലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നു. നാട്ടുകാരൊക്കെ മനസ്സിലായി 1-2 ദിവസം കൊണ്ട് ഞങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നു. ഉദാഹരണം നമ്മുടെ ഇതേ പ്രളയം തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ ഉണ്ടായിരുന്ന അതേ സാഹചര്യം പിന്നെയും മഴ നിൽക്കാതെ പെയ്യാണ്. ശക്തമായി കോരിച്ചൊരിയുന്ന മഴ ഒരു 3 ദിവസം കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവനും മുങ്ങുമായിരുന്നു. അങ്ങനെ സങ്കല്പിക്കുക, എങ്ങനെ മഴ വരാൻ നമ്മൾ മനസ്സിലാക്കൂലേ? നമ്മുടെ കാലം കഴിഞ്ഞു, ഏതായാലും ഇത് വലിയൊരു അപകടത്തിലേക്കാ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കൂലേ? അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മനസ്സിലാക്കി ഇത് അപകടത്തിലേക്കാ പോകുന്നത്, ഇത് വലിയ ഒരു പരീക്ഷണത്തിന്റെ മുമ്പിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാരും കൂടിയിട്ട് അങ്ങോട്ട് തൗബ ചെയ്തു. അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് മടങ്ങി. അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കണം, അള്ളാഹുവേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങൾ നന്നാവുകയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾ നന്നാവുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മുഴുവനും അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് ഖേദിച്ച് നന്നായി മടങ്ങുമ്പോഴേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷയെ മാറ്റി. കശഫ്നാ അൻഹും അദാബൽ ഖസി ഫിൽ ഹയാത്തി ദുനിയ വമത്തഅനാഹും ഇലാ ഹീനുൽ സമയം വരെ അല്ലാഹു അവരെ സുഖിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ശിക്ഷിക്കുന്നത് തെറ്റുകൾ വർദ്ധിക്കുമ്പോഴാണ്. ഇതൊക്കെ ശിക്ഷയാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവുക. ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികളില്ലേ? ഉണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചെയ്തതുപോലെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ദുആ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഖാറൂൻ എന്ന് പറയുന്ന വലിയൊരു ആഡംബരത്തോടെ ജീവിച്ചൊരു മുതലാളി ഉണ്ടായിരുന്നത്. ഖാറൂനെ കാണുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, യാ അല്ലാഹ്, ഖാറൂനെ പോലെ ഞങ്ങളായിരുന്നെങ്കിൽ. യൂസുഫ് അലിനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, യൂസുഫ് അലിന്റെ ഒക്കെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ പറയില്ലേ? അംബാനിയുടെ ഒക്കെ ഫാമിലിയിലോ മക്കളോ മകനോ ഒക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയില്ലേ? അതേപോലെ ഖാറൂനെ കാണുമ്പോൾ പറയാൻ തുടങ്ങി, യാ അല്ലാഹ്, ഖാറൂനെ പോലെ ആയിരുന്നെങ്കിൽ മിണ്ടാതിരിക്കും ഇങ്ങനെ കോടികൾ വരില്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. فخرج قال انما اوتيته على علم عندي. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖാറൂനിനോട് പറയുകയുണ്ടായി, ഖാറൂനെ, സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് ശ്രദ്ധിക്കണം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് ഖാറൂൻ. വെള്ളങ്ങൾക്ക് മാത്രം, നമുക്കൊന്നും വെള്ളമില്ല അല്ലേ? നമുക്കൊന്നും വെള്ളമില്ല, നമുക്ക് മാത്രം ഉണ്ടെങ്കിൽ അതുപോലത്തെ ഫ്ലാസ്കിൽ ചൂട് കൊണ്ടുവരും. ഇന്ന ഖാറൂന, ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ, മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഫബഗാ അലൈഹിം, മൂസാ നബിയുടെ സമുദായത്തോടും മൂസാ നബിയോടും അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്, ഞാൻ ഖാറൂനിന് നൽകിയ സമ്പത്ത് എത്രയാണ്, മുതൽ എത്രയാണ്? മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ.
ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഖജനാവല്ല, ഖജനാവ് നമുക്കൊക്കെ ഉണ്ടാവൂലേ? ഒട്ടകം ചുമക്കാനുള്ള ഖജനാവ് ഉണ്ടാവൂലേ? നമ്മുടെ വീട്ടിലൊരു അൽമാര ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടാവും, അതൊക്കെ. പക്ഷെ താക്കോൽ ഉണ്ടാവാന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു താക്കോൽ ഒട്ടകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു 100 താക്കോലുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എത്ര ഉണ്ടാവും? ഒരൊട്ടകമല്ല, 40ഓളം ഒട്ടകക്കൂട്ടങ്ങൾ. ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം അല്ലാഹു തആല ഖാറൂനിന് സമ്പത്ത് നൽകി. ഒരു കൂട്ടം മല്ലന്മാരായ ആളുകൾ, നല്ല ശക്തിയുള്ള ഒന്നുകിൽ ഒട്ടകക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ മല്ലന്മാരായ നല്ല ശക്തിയുള്ള ആളുകൾക്ക്, ഒരുപാട് കൂട്ടം ആളുകൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഖാറൂന്റെ കയ്യിൽ. അതാ ചുരുക്കി പറഞ്ഞാൽ താക്കോൽ എന്നെ ചുമക്കാൻ ആളുകളിൽ അത്രയും വലിയ കോടീശ്വരനായി മാറി. ആ സമയത്താണ് ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. ആ സമയത്ത് സമുദായത്തിലെ ആളുകൾ പറഞ്ഞു, ഖാറൂനെ, സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്. സമ്പത്ത് അല്ലാഹു നൽകുന്നത് മുതലാളി നല്ല ആൾക്കും നൽകും, ചീത്ത ആളുകൾക്കും നൽകും. സമ്പത്തുണ്ടെന്ന് വിചാരിച്ച ഒരാൾ നല്ല ആളല്ല, ഇല്ലാന്ന് വിചാരിച്ച ആൾ മോശമല്ല. മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും കൊടുക്കും. പൈസ ഉണ്ടെന്ന് വെച്ച് ഒരാൾ നല്ല ആളാണ് എന്നത് അടയാളില്ല. ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് വിചാരിച്ച് അയാൾ നല്ല ആളാണ് എന്നതിന്റെ ലക്ഷണമല്ല. അയാൾ നല്ലവനാവാം. ഇനി ഒരാൾക്ക് തീരെ ക്യാഷ് കൊടുത്തില്ല, ദരിദ്രനായി മാറി എന്ന് വെച്ചാൽ അയാൾ മോശക്കാരനാണോ? അല്ല. ഖാറൂനിനോട് പറഞ്ഞു, ലാ തഫ്റഹ്, അഹങ്കരിക്കരുതേ. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അഹങ്കരിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഖാറൂനെ, അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഖാറൂനിനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ സമ്പത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തുണ്ടായാൽ വലിയ കൊട്ടാരം കണക്ക് വീടെടുത്ത് ഒരുപാട് പൊന്നും വാങ്ങിച്ച് വണ്ടിയും വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അടിച്ച് വാരി കോരി വലിച്ചെറിഞ്ഞ് ഹറാമ് ചെയ്യലല്ല. വീടെടുക്കണം, വണ്ടി വാങ്ങണം, വസ്ത്രം വാങ്ങണം, ഒക്കെ വേണം. എന്നിട്ടൊക്കെ ബാക്കിയുള്ളത് ദീനിനും പള്ളിക്കും മദ്രസയ്ക്കും പാവപ്പെട്ട ആൾക്കും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കൊടുക്കണം. ഫിർഔനിനോട് ഖാറൂനിനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് ആഖിറത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹത്തെ മറന്നു പോകരുത്. അല്ലാഹു സമ്പത്ത് തന്നാൽ വലിയൊരു നിഅമത്താണ്, മറന്നു പോകരുത്. അല്ലാഹു തന്ന അനുഗ്രഹത്തെ മറക്കരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നിങ്ങൾ നന്മ ചെയ്യണം. അഥവാ അല്ലാഹു സമ്പത്ത് നൽകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിന് ശുക്ർ ചെയ്യണം. അല്ലാതെ കിട്ടിയത് കൊണ്ട് ഹറാമും കള്ളും കുടിച്ച് വ്യഭിചരിച്ച് നടക്കലല്ല. അല്ലാഹു നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയതുപോലെ തിരിച്ചും അല്ലാഹുവിനോട് നല്ല രീതിയിൽ പെരുമാറണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹുവിന് നാട്ടിലെ ഫിത്നക്കാരെ ഇഷ്ടമല്ല, കുഴപ്പക്കാരെ ഇഷ്ടമല്ല, അഹങ്കാരികളെ ഇഷ്ടമല്ല, ദൂർത്തടിക്കുന്നവരെ ഇഷ്ടമല്ല, ഹറാമിലേക്ക് ചെലവഴിക്കുന്നവരെ ഇഷ്ടമല്ല. അപ്പൊ ഖാറൂൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറെ ഡയലോഗൊന്നും വേണ്ട, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ്. എന്റെ കഠിനാധ്വാനം കൊണ്ട് എന്നെ ഉപ്പ പ്രസവിക്കുമ്പോ ജനിപ്പിക്കുമ്പോ എന്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്റെ കഴിവും ബുദ്ധിയും തന്റെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് എന്നുള്ള വെല്ലുവിളി ഖാറൂൻ നടത്തുകയുണ്ടായി. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അവലം യഅലം, അവൻ അറിയുന്നില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, ഖാറൂനെ നിനക്ക് മുമ്പും ഒരുപാട് സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, അതൊക്കെ ഓർക്കാമായിരുന്നില്ലേ നിനക്ക്? നൂഹ് നബി, അവിടുത്തെ സമുദായം ഓർക്കാമായിരുന്നില്ലേ? ഇദ്രീസ് നബി, ഹൂദ് നബി, സാലിഹ് നബി, ശുഐബ് നബി, ലൂത്ത് നബി, ഇതൊക്കെ ഓർക്കാമായിരുന്നില്ലേ?
അല്ലാഹു ചോദിക്കുകയാണ് അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവതൻ വ അക്സറു ജംആ. നിന്നെക്കാളും ശക്തിയുള്ള തെങ്ങിനോളം വലിപ്പമുള്ള ആദ് സമുദായം ഉണ്ടായിട്ടില്ല. ഇവിടെ തെങ്ങിന്റെ വലിപ്പമുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലേ? നല്ല മാവ് കുഴക്കുന്നത് പോലെ പാറകൾ കുഴച്ചിരുന്ന ആളുകൾ, ഇരുമ്പുകൾ കുഴച്ചിരുന്ന സമുദായം ഉണ്ടായിട്ടില്ലേ? വലിയ വലിയ കരിങ്കൽ ക്വാറികളൊക്കെ നമ്മൾ JCB ഉപയോഗിച്ചും ബോംബ് ഉപയോഗിച്ചും പൊട്ടിക്കുമ്പോൾ അവർ കൈകൾ കൊണ്ടിങ്ങനെ കുഴക്കുമായിരുന്നു, മാവുകൾ കുഴക്കുന്നത് പോലെ. ഹാറൂനെ, നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായക്കാരെ ഓർത്തുകൂടെ? എന്തിനാണ് ഈ അഹങ്കാരം? എന്നിട്ട് അഹങ്കാരത്തോടെ മനോഹരമായ ഒരു സ്വർഗം പണിയുകയാണ്. ജീവിക്കാൻ വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി വലിയ ഒരു സ്വർഗം, ദുനിയാവിലെ സ്വർഗം. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. അങ്ങനെ ആർഭാടങ്ങളോടെ, അലങ്കാരങ്ങളോടെ, പ്രൗഢിയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ. ഈ അലങ്കാരവും ഭംഗിയൊക്കെ കണ്ടപ്പോ നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ പറഞ്ഞു, യാ അല്ലാഹ്, ഹാറൂനെ പോലെ ഞങ്ങളാക്കിയിരുന്നെങ്കിൽ, ഒരു യൂസുഫ് അലിനെ പോലൊക്കെ ആക്കിയിരുന്നെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ അംബാനിയെ പോലെ, ബിൽഗേറ്റ്സിനെ പോലെ ഞങ്ങളൊക്കെ ആക്കിയിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹള്ളിൻ അലീം. എന്തോ ഒരു ഭാഗ്യമാണ് അവരുടേത്. അപ്പോഴാണ് ഇൽമുള്ള നല്ലവരായ ആളുകൾ പറഞ്ഞത്, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമൻ. ഒരു അംബാനിയെ പോലെ ആവാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വഅമില സ്വാലിഹൻ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. നല്ല നല്ല അല്ലാഹുവിനെ പേടിയുള്ള ഉഖ്റവിയായ ആലിമീങ്ങളെ പോലെ ആവാൻ നോക്ക്. അങ്ങനെ നോക്ക്. പൈസക്കാരെ പോലെ ആവാൻ ആഗ്രഹിക്കണം. ഉഖ്റവിയായ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ചു ജീവിക്കുന്ന, നാളെ പാരത്രിക ലോകം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന നല്ലവരായ പണ്ഡിതന്മാര്, നല്ലവരായ സൂഫി വൈദ്യന്മാര്, ത്യാഗം, അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന സച്ചരിതരായ നല്ലവരായ നാട്ടിലുള്ള വയസ്സന്മാരെ പോലെ ആവാൻ ശ്രമിക്കുക. ഇല്ലാതെ മുതലാളിമാരെ കണ്ടിട്ട് കണ്ണു മഞ്ഞളിക്കണ്ട. അവരെ പോലെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നാട്ടിലുള്ള ബുദ്ധിയുള്ള, ഇൽമുള്ള, അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾ പറയാണ്, അല്ലാഹുവിനെ പേടിയുള്ള നാളെ ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളെ പോലെ ആവാൻ ശ്രമിക്കാൻ നാട്ടിലുള്ള ആളുകൾ ഈ മുതലാളിയെ പോലെ ആവാൻ ശ്രമിച്ചവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തോടെ, നല്ല പ്രൗഢിയോടെ, ആഡംബരത്തോടെ, അലങ്കാരത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളയുന്നത്, അവനെയും അവന്റെ ഭൂമിയെയും ഞാൻ വിഴുങ്ങിക്കളഞ്ഞു. അല്ലാഹു ആസ്വദിക്കാൻ പോലും ഖാറൂനിന് അവസരം നൽകിയില്ല. അഥവാ നല്ല മനോഹരമായിട്ടൊരു വീടെടുത്തിട്ട് ഒരു മാസത്തില് ഒരാൾ മരിച്ചുപോയ ആളുകൾ പറയില്ല, പാവം ഇത്ര നല്ല വീടെടുത്തിട്ട് ഒന്ന് താമസിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ വീടെടുത്ത് കുടിയിരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയാൽ പറയില്ലേ, വണ്ടിയെടുത്തൊന്ന് ഓട്ടാൻ പോലും അവസരമില്ലാതെ ഒരു മാസം കൊണ്ട് മരിച്ചുപോയാൽ പറയില്ലേ. അതേ അവസ്ഥയാണ് ഇപ്പൊ ഖാറൂനുണ്ടായത്. തന്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് മനോഹരമായൊരു സ്വർഗം പണിതെന്ന് ആസ്വദിക്കാൻ വേണ്ടതിലേക്ക് കയറുമ്പോഴാണ് ജീവനോടെ വീടിനെയും ഖാറൂനിനെയും അല്ലാഹു വിഴുങ്ങിക്കളയുന്നത്. فما كان له من فئة ينصرونه من دون الله. ആ സമയത്ത് ഖാറൂനിനെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. പൈസ ഉണ്ടാകുമ്പോ കുറെ ശിങ്കിടികൾ ഉണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ചങ്ങാതിമാരുണ്ടാകും. നമ്മുടെ ക്യാഷ് ഒന്ന് തീർന്നു പോയാൽ തിരിഞ്ഞു നോക്കാൻ ഒരു കുഞ്ഞുമോന് പോലും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അത് മനസ്സിലാക്കണം നമ്മൾ. അല്ലെ, പൈസ ഉണ്ടാകുമ്പോ വരുന്നു തലങ്ങും ബലങ്ങും കുറെ ആളുണ്ടാവും. പൈസ ഉണ്ടാകുമ്പോ പൈസ ഇല്ലേ, ഒരു മൂന്നും തിരിഞ്ഞു നോക്കൂല. രോഗിയായിട്ട് കിടന്നോ, ഒരാളും തിരിഞ്ഞു നോക്കൂല. അതാണ് അല്ലാഹു പറയുന്നത്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا ويكأنه لا يفلح الكافرون. تلك الدار الآخرة. നാളെ ആഖിറത്തിലെ വിജയം അല്ലാഹു നൽകുന്നത് നജഅലുഹാ
ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ ദുനിയാവിൽ ഫിത്നയും ഫസാദും ആഗ്രഹിക്കാത്ത അഹങ്കാരമില്ലാത്ത നല്ല ആളുകൾക്കാണ് അല്ലാഹു നാളെ ആഖിറത്തിൽ വിജയം നൽകുന്നത് എന്ന നിർദ്ദേശം അല്ലാഹു പ്രത്യേകമായി പറയുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് വിജയിക്കില്ല. നാട്ടിൽ നല്ല രീതിയിൽ ആരാണോ നടക്കാൻ ആഗ്രഹിക്കുന്നത്, ഫിത്നയില്ലാതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാതെ, കൊലപാതകങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ സമ്പാദ്യത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന ആളുകളാവാതെ, രാഷ്ട്രീയത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന, അനാവശ്യമായി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നല്ലവരായി ജീവിച്ച് ജനങ്ങൾക്കിടയിൽ സ്നേഹം, പരസ്പരം സ്നേഹവും സമാധാനവും കൈമാറി നാളെ ആഖിറത്തിൽ വിജയിക്കണമെന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് നാളെ വിജയിക്കുക. അല്ലാതെ സമ്പത്ത് കൊണ്ടൊരു ഉപയോഗവും നാളെ ഉണ്ടാവൂല എന്ന് അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു രൂപ പോലും നമ്മൾക്ക് ഉപകാരമുണ്ടാവൂല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. നമ്മുടെ സമ്പാദ്യങ്ങളെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ യാതൊരു പ്രയോജനമില്ലാത്ത കാലത്ത് ഉപകരിക്കുന്നതെന്ത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയം ആർക്കാണുള്ളത്? പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ചൊടിയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, കലഹങ്ങളില്ലാത്ത വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത് അവര് മാത്രമേ നാളെ വിജയിക്കൂ. നമ്മുടെ സമ്പാദ്യമോ സന്താനങ്ങളോ നാളെ യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് വിശാലമായ സന്മനസ്സ് തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്താ? അല്ലാഹു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫിർഔൻ. എന്തുകൊണ്ടാണ് അല്ലാഹു ഫിർഔനിന് ഇത്രയും ചാൻസ് കൂടുതൽ കൊടുത്തത്? അല്ലേ? മറ്റുള്ളവർക്കൊക്കെ ഒരൊറ്റൊരു ചാൻസ്, ഫഖസ്നാഹും ബിസ്സൈഹ, ശബ്ദം കൊണ്ട്, അട്ടഹാസം കൊണ്ട്. പക്ഷെ ഫിർഔനിന് അല്ലാഹു 9ഓളം അടയാളങ്ങൾ കൊടുത്തുന്നാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം നമ്മൾക്കറിയാം. ആ ഒട്ടകം അറുത്തതിന്റെ പേരിൽ അല്ലാഹു തആല സമുദായത്തെ ശിക്ഷിച്ചത് നമ്മൾക്കറിയാം. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒട്ടകത്തെ നിങ്ങൾ അറുക്കരുത് എന്ന് വശംസി വളുഹാഹ എന്ന സൂറത്തിൽ പറയുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നത്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഹൃദയത്തെ ശുദ്ധിയാക്കിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഇത് ശുദ്ധീകരിച്ചവൻ വിജയിച്ചിട്ടുണ്ട്. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ ഇതിന് തോന്നിയ രീതിയിൽ അതിന്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകളഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് മനസ്സ് പറയുന്നത് പോലെ കേൾക്കുന്നവരാണ്. മനസ്സ് പറയുന്നത് അതുപോലെ കേൾക്കും. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് വ്യഭിചരിക്കും. കള്ളു കുടിക്കാൻ മനസ്സിന് തോന്നിയാൽ പോയിട്ട് കള്ളു കുടിക്കും. കഞ്ചാവ് അടിക്കാൻ തോന്നിയാൽ അങ്ങനെ, മോഷ്ടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ. എന്താണോ മനസ്സ് പറയുന്നത് അതങ്ങോട്ട് ചെയ്യും. ഇതെനിക്ക് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറില്ല. അതാണ് വിഡ്ഢികൾ. എന്താണോ ശരീരം പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വിഡ്ഢിയാണ്. ഇനി ബുദ്ധിമാനാരാണ്? ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. തെറ്റ് കാണുമ്പോൾ ഇത് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ബുദ്ധിമാൻ. വ്യഭിചാരം എനിക്ക് പാടില്ല, മാറി നിന്നു. കള്ളുകുടി എനിക്ക് പാടില്ല, മാറി നിന്നു. പ്രണയം എനിക്ക് പാടില്ല, മാറി നിന്നു. ഇങ്ങനെ ഹറാം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ ബുദ്ധിമാന്മാരാണ്, അല്ലാത്തവർ വിഡ്ഢികളാണ്. അല്ലാഹു പറയാണ്, വഖദ് ഖാബ മൻ ദസ്സാഹ,
ആരാണോ ഈ ഹൃദയത്തെ സംസ്കരിക്കാതെ മാലിന്യമുള്ളതാക്കിയത് അവര് പരാജിതരാണ്. كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകമാണ്, സൂക്ഷിക്കണം. സ്വാലിഹ് നബിയോട് പറഞ്ഞു, സ്വാലിഹ് നബിയെ, ഈ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചോളാം. വലിയ ഒരു വിശാലമായ പാറക്കെട്ട്, അവിടെ മുമ്പ് ഒട്ടകമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം. വിശ്വസിക്കോ? ഉറപ്പാണോ? സ്വാലിഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അത്ഭുതകരമായ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം അല്ലാഹു പുറത്തു കൊണ്ടുവരികയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അതാ ഒരു ഒട്ടകം. എന്നിട്ട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയാഹാ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. അതുകൊണ്ട് ഇതിന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠത വേണം, ഇതിനെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു. ഫകദ്ദബൂഹു ഫഅഖറൂഹാ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ഒട്ടകത്തോടുള്ള അസൂയ കൊണ്ട് അവർ ആ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ നശിപ്പിച്ച രംഗമാണ് പറയുന്നത്. ഫദംദമ അലൈഹിം റബ്ബുഹും, ആ സമുദായത്തിലേക്ക് അല്ലാഹു തആല ഒന്നടങ്കം വലിയ ഒരു ശിക്ഷ നൽകി അവരെ നശിപ്പിക്കുകയാണ്. ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. ഒരു ശിക്ഷ നൽകി ഒന്നടങ്കം എല്ലാറ്റിനെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു നശിപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔനിന് അല്ലാഹു തആല അവസരങ്ങൾ ഒരുപാട് നൽകിയത്? അതിന്റെ പിന്നിൽ കാരണമുണ്ടെന്നാണ്. ഫിർഔനിന് 3 പ്രത്യേകതകളുണ്ട്. ഫിർഔനിന് 3 പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് റിസ്ക് തരും. ആ പ്രത്യേകതകൾ നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് റിസ്ക് തരും. എന്താണ് ആ പ്രത്യേകത? 1, സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. അറിയില്ലേ? സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാത്ത ആളൊന്നും ഒരാളുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ ശേഷം കിടന്നുറങ്ങാൻ പാടില്ല. 5 മണിക്ക് ബാങ്ക് വിളിച്ചാൽ ഒരു 4:45 എണീറ്റ് 4:45 എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി ബാങ്കിനെ കാത്തിരുന്ന് സുബഹിക്ക് പള്ളിക്ക് ജമാഅത്തിന് പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും പരിശുദ്ധമായ ഖുർആനും ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കണം. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകും. ഫിർഔനിന്റെ ഒരു പ്രത്യേകത, സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔന് ഉറങ്ങാറില്ലായിരുന്നു. നിസ്കാരമൊന്നുമില്ല, പക്ഷേ എന്നാലും സൂര്യൻ ഉദിക്കുന്നത് വരെ ഫിർഔൻ ഉറങ്ങൂല. രാവിലെ എണീറ്റിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാറില്ലായിരുന്നു. ഖാറൂനിന് അല്ലാഹു തആല സമ്പാദ്യം ഉപയോഗിക്കാൻ അവസരം കൊടുത്തില്ല, പെട്ടെന്ന് കൊണ്ടുപോയി. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔനിന് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകിയത്? മഹാന്മാര് ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. 1, സുബഹിയുടെ സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വീട്ടിലേക്ക് ദാരിദ്ര്യം വരും. സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകും. ആ വീടിന്റെ ഐശ്വര്യം അല്ലാഹു തിരിച്ചു കൊണ്ടുപോകും. ബാറകല്ലാഹു ഫീ ബുകൂരിഹാ. ഒരു പ്രഭാതത്തിന്റെ പകലിൽ, ഒരു ദിവസത്തിന്റെ പകലിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവർക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാനും മനപ്പാഠമാക്കാനും, ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ എളുപ്പമാവാനും, യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും പറ്റിയ സമയമാണിത്. കിച്ചണിലേക്ക് പോകുന്ന, അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയുടെ ജോലി ക്ഷീണമില്ലാതെ തീർക്കാൻ പറ്റുന്ന സമയമാണത്. അല്ലാഹു ഒരുപാട് ബറക്കത്ത് ചെയ്ത സമയമാണത്. ഉറങ്ങി തീർക്കരുത്, വായിക്കണം, ഖുർആൻ ഓതണം, പഠിക്കണം, എന്തെങ്കിലും നല്ല അമലുകളിൽ വ്യാപൃതരാവണം. രണ്ടാമത്തെ പ്രത്യേകത, ഖാന ബാറൻ ലി ഉമ്മിഹി. ഉമ്മയെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഫിർഔൻ. ഉമ്മയോട് നല്ല ബഹുമാനായിരുന്നു. തൊമ്മാടിത്തരവും തണ്ടിത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ നല്ല ബഹുമാനായിരുന്നു.
ഉമ്മയോട് നല്ല റെസ്പെക്റ്റ് ആയിരുന്നു, ഉമ്മയോട് മര്യാദയുണ്ടായിരുന്നു. കല്യാണം കഴിക്കലോടുകൂടി ഭാര്യയുടെ തലയണമന്ത്രം കേട്ട് ഉമ്മമാരെ അകറ്റുന്ന സ്വഭാവക്കാരനല്ല. ഉമ്മയ്ക്ക് നല്ല ബഹുമാനം നൽകി സ്നേഹിച്ച് ഉമ്മയോടുള്ള കടപ്പാടുകളൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റുന്ന ഒരാളായിരുന്നു ഫിർഔൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരാൾക്കും ചെയ്ത തെറ്റിന് ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല. ചെറിയ ചെറിയ തെറ്റുകൾക്കൊന്നും ശിക്ഷ നൽകൂല. എന്നാൽ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന തെറ്റിൽപ്പെട്ടതാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്നുള്ളത്. ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടാൻ കാരണമാകും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. മാതാപിതാക്കളോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഇഷ്ടമാണോ അല്ല വെറുപ്പാണോ എന്ന്. ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നിങ്ങളോട് ഇഷ്ടമാണ്. അല്ലാഹുവിന് കോപമുണ്ടോ എന്നറിയാൻ മാതാപിതാക്കൾക്ക് കോപമുണ്ടോ എന്ന് നോക്കിയാൽ മതി. മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷകൾ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫിർഔനിന്റെ മറ്റൊരു പ്രത്യേകത, ഉമ്മയോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. നമ്മള് ട്രെയിൻ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ ഒരു ഇത്ത് കണ്ടു, കുലു വഷ്റബു വലാ തുസ്രിഫു. തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതവ്യയം അരുത്. തിന്നുക കുടിക്കുക, പക്ഷേ അമിതം വേണ്ട. അമിതമായിട്ട് തിന്നും വേണ്ട, അമിതമായിട്ട് കുടിക്കാൻ വേണ്ട. ആവറേജ്. ദുർവ്യയം അല്ലാഹുവിന് ഇഷ്ടമല്ല. കുലു വഷ്റബു വലാ തുസ്രിഫു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അതോടൊപ്പം ഭക്ഷണം കളയരുത്. ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ എടുക്കേണ്ടത്. ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ തുടരുത്. ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. തിന്നുമ്പോൾ തന്നെ അതിന്റെ വറ്റകളൊക്കെ പുറത്തു വീണാൽ അത് പെറുക്കിയെടുത്ത് തിന്നാൻ നമ്മൾ ശ്രമിക്കണം. ഫിർഔൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു, കളയാറില്ലായിരുന്നു. ഭക്ഷണത്തോടും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. നബിതങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ടേസ്റ്റ് ഇല്ലെങ്കിലും മാധുര്യമില്ലെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ഭക്ഷണം പോരാന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് പോവാറില്ലല്ലോ. ഇഷ്ടം തോന്നിയില്ലെങ്കിൽ കഴിക്കൂല. ഇത് പോരാ, എന്ത് ഭക്ഷണാണ്, എന്തോ ഒലക്കയുടെ ഭക്ഷണം ഒന്നും ചോദിക്കൂല. ഇത് ഭക്ഷണത്തോടുള്ള അപമര്യാദയാണ്. ഭക്ഷണം കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നന്നായിട്ട് കഴിക്കും. ടേസ്റ്റ് ഇല്ലേ? ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം ഒരുപാടുണ്ടാക്കി എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് കൂട്ടുക, ഇതൊക്കെ ആയിരിക്കും പ്രളയങ്ങളൊക്കെ വരുന്നത്. ഭക്ഷണത്തിന്റെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലെത്തണ്ടേ. വെള്ളം ഇറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഗ്ലാസ്, ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാനില്ല. കിണറ്റിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. വീട്ടിലെ വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല. പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിൽ, ശുദ്ധീകരിച്ച വെള്ളം വേണം. ബോട്ടിൽ വാട്ടർ വേണം, വെള്ളം വേണം. എലിപ്പനി പടരുകയാണ്. മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഇങ്ങനെ ഒരു പ്രളയം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ശക്തമായ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? വീട്ടിലെ കിണറുകളിലേക്ക് ഒലിച്ചു വരുന്ന വെള്ളം ഏതൊക്കെ ടോയ്ലറ്റുകളിൽ നിന്ന്, ഫാക്ടറികളുടെ വിസർജ്യങ്ങൾ, പാമ്പുകൾ, എലികൾ, ഇങ്ങനെ വേസ്റ്റുകളൊക്കെ അടിച്ചുകൂടി വീടിന്റെ കിണറ്റിലും കുഴൽക്കിണലൊക്കെ വന്നുകൂടും. പിന്നെ വെള്ളം കുടിച്ച് അസുഖം വരാതിരിക്കോ? അതുകൊണ്ട് മുൻകരുതലെടുക്കാൻ സംസ്ഥാന സർക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം, അത് കളയരുത്. കളഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും. ഈ 3 കാരണത്താലാണ് അല്ലാഹു തആല ഫിർഔനിന് ഈ സൗകര്യങ്ങൾ ഒരുപാട് കാലം നൽകിയത് എന്ന് മഹാന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു വിഷയത്തിലേക്ക് കടന്നു വരാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജനങ്ങൾ പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, പൊതുമുതൽ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ, സ്ഥാപനങ്ങളുടെ, പാർട്ടിയുടെ, പൊതുജനങ്ങളുടെ ഖജനാവിലെ പൊതു ഖജനാവിൽ നിന്ന് അന്യായമായി ഉപയോഗിക്കുക, അഴിമതി നടത്തുക, കറപ്ഷൻ നടത്തുക. രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര അഴിമതിയുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെ? വിശ്വസ്തരായ മന്ത്രിമാര് പോലും ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവസാന കാലഘട്ടങ്ങളിൽ പോലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ ചെയ്യൂല. മാന്യന്മാരായ രാഷ്ട്രീയക്കാർ പോലും 400 കോടിയുടെയും 4000 കോടിയുടെ ഒക്കെ അഴിമതി കേസുകളിൽ പെടുകയാണ്. എന്നിട്ട് അത്തരം ആളുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ, അവരെ ന്യായീകരിക്കാൻ, അഴിമതിക്കാരെ പുറത്താക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, സ്ഥാപനങ്ങളുടെ സമ്പത്ത് പിരിച്ചെടുത്തിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാലം, പള്ളിയുടെ ഖജനാവിലേക്ക് കൈയിട്ട് വാരുന്ന കാലം, മക്കാമിന്റെ ഖജനാവിലേക്ക് കൈയിട്ട് വാരുന്ന കാലം, ചോദിക്കാനും പറയാനും ആരുമില്ല. പൊതുജനങ്ങൾക്ക് ഉപകരിക്കേണ്ട, പൊതുജനങ്ങൾക്ക് നൽകേണ്ട സമ്പാദ്യങ്ങൾ ആളുകൾ അഴിമതി നടത്തി ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഭൂകമ്പങ്ങളെ, ശക്തമായ പ്രളയങ്ങളെ, കൊടുങ്കാറ്റുകളെ, തീക്കാറ്റുകളെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണേ, അല്ലാഹുവിന്റെ അപകടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തേത് പറഞ്ഞത് വൽ അമാനത്തു മഗ്നമാ, വൽ അമാനത്തു മഗ്നമാ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, വിശ്വസ്തത ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം, ഉമ്മയെയും ഉപ്പയെയും മക്കളെയും എലിവിഷം നൽകി വധിച്ച് കാമുകന്മാരുടെ കൂടെ കിടപ്പറ പങ്കിട്ട സഹോദരിമാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മകളെ ഉപ്പയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലം, ഉമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാലം, കാമുകനെ പറഞ്ഞയച്ച് ഭർത്താവിന്റെ തലയിലേക്കടിച്ച് ഭർത്താവിനെ കൊന്നുകളയാനും, ഭർത്താവിന്റെ ഉമ്മയെ കൊന്നുകളയാനും, സ്വന്തം തനിക്ക് ജനിച്ച കുഞ്ഞിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന വീഡിയോ എടുത്ത് അയക്കാനും പറഞ്ഞ സഹോദരിമാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം വന്നാൽ ഭാര്യയ്ക്ക് തിരിച്ചും പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാൻ വേണ്ടി ഭാര്യയെയും 2 മക്കളെയും കൂട്ടി വാങ്ങി പുത്തനുടുപ്പുകൾ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ ആക്സിഡന്റിൽ കായലിലേക്ക് വീണു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബൈക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വാഹനത്തെ കായലിലേക്ക് തള്ളി കാമുകിയുടെ കൂടെ ജീവിതം ചെലവഴിക്കാൻ വേണ്ടി യാതൊരു മടിയില്ലാത്ത കാട്ടാളത്തം ചെയ്യുന്ന മനുഷ്യമൃഗങ്ങളുള്ള കാലമാണിത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഏത് കാമുകന്മാരായാലും 3 വയസ്സുള്ള, 1 വയസ്സുള്ള, 4 മാസം പ്രായമുള്ള മക്കളെ പോലും കൊന്നുകളയാനും ഒഴിവാക്കി ഒളിച്ചോടാനും തയ്യാറാകുന്ന സഹോദരിമാരുള്ള കാലമാണിത്. അതാണ് പറഞ്ഞത്, മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഒരു 100 രൂപയ്ക്ക് വേണ്ടി, 200 രൂപയ്ക്ക് വേണ്ടി, 2000 രൂപയ്ക്ക് വേണ്ടിയൊക്കെ ചങ്ങാതിമാരുടെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തുന്ന കാലമാണിത്. ഗൾഫിലേക്ക് പോകുന്ന ചങ്ങാതിമാരെ ഒരു പാക്ക് കഞ്ചാവ് അല്ലെങ്കിൽ ഏതെങ്കിലും മയക്കുമരുന്നുകൾ, ബ്രോംഷുകളൊക്കെ നൽകിക്കൊണ്ട് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ ലാഭത്തിന് വേണ്ടി സ്വന്തം ചങ്ങാതിമാരെ പറ്റിക്കുന്ന കാലമാണിത്. സ്വന്തം ചങ്ങാതിമാർ, കൂടെ ജീവിച്ചവർ, മൂത്താപ്പയാണെന്നുള്ള പ്രതീക്ഷയോടെ ബൈക്കിൽ കയറി
യാത്ര ചെയ്തിട്ട് മൂത്താപ്പ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠനാണ് തന്റെ അനുജന്റെ മകനെ ഒരു കുളത്തിലേക്ക് പുഴയിലേക്ക് വലിച്ചെറിയുന്നത് നീന്താനറിയാത്ത കൊച്ചുമകനെ ദിവസങ്ങളായിട്ടില്ല. അഥവാ വിശ്വസ്തത കിട്ടാക്കനിയായി മാറി. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം വരെ ചതി, വഞ്ചന, ഗൂഢാലോചന, ഗൂഢോത്രം, ഇങ്ങനെ മനുഷ്യന് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി മാറി. സകാത്ത് കടമായി ബാക്കിയായാൽ സകാത്തൊന്നും കൊടുക്കുന്നില്ല. വർഷങ്ങളായി കച്ചവടം തുടങ്ങിയിട്ട് ഇന്നേ വരെ സകാത്തിന്റെ കണക്ക് നോക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. കുറി തുടങ്ങിയിട്ടുണ്ട്, 2 വർഷത്തെ 3 വർഷത്തൊക്കെ കുറി. അതിൽ മാസം 15,000 20,000 നൽകുന്നുണ്ട്. 2-3 മാസമാകുമ്പോഴേക്കും സക്കാത്തിന്റെ കണക്കായി. പിന്നെ അത് 1 വർഷമാകുമ്പോഴേക്കും സക്കാത്ത് കൊടുക്കാൻ തുടങ്ങണം. പക്ഷെ സക്കാത്ത് കൊടുക്കാറില്ല. കച്ചവടം ഇന്ന് വരെ സക്കാത്തിന് വേണ്ടി കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. അക്കൗണ്ടിലുള്ള ലക്ഷങ്ങളുടെ കൃത്യമായി കണക്കെടുപ്പ് നടത്തി അതിന്റെ ശതമാനം നോക്കി സക്കാത്ത് കൊടുത്തിട്ടില്ല. തന്റെ കൃഷികളുടെ, കച്ചവടങ്ങളുടെ, മൃഗങ്ങളുടെ, ആഭരണങ്ങളുടെ, ധരിക്കാൻ ഉപയോഗിക്കുന്ന ആഭരണങ്ങളല്ല, സൂക്ഷിക്കാൻ വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ ഇങ്ങനെ ലോക്കറ്റിലാക്കി ലോക്കറിൽ വെച്ച് ഇങ്ങനെ ആഭരണം സമ്പാദിക്കുന്ന ആളുകൾ, ആഭരണമല്ല അത് ബിസിനസ്സായി കാണുന്ന ആളുകൾ, ഇവരൊന്നും സകാത്ത് കൊടുക്കാതെ സകാത്ത് കടമായി അവിടെ ബാക്കിയായാൽ, സകാത്ത് കൊടുക്കാതിരുന്നാൽ പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ലക്ഷ്യം ദീനല്ല. മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ലക്ഷ്യം ദീനല്ല. എഞ്ചിനീയർ ആക്കാം കുഴപ്പമില്ല, ഡോക്ടറാക്കാം കുഴപ്പമില്ല, ടീച്ചേഴ്സാക്കാം കുഴപ്പമില്ല, ബിസിനസ്സുകാരാക്കാം കുഴപ്പമില്ല, ഇനി മുതഅല്ലിമാക്കാം, ഹാഫിളാക്കാം കുഴപ്പമില്ല. പക്ഷേ എവിടെ മക്കളെ പഠിപ്പിക്കാനേക്കുന്നുണ്ടോ അവിടെ രക്ഷിതാക്കളുടെ, മാതാപിതാക്കളുടെ ലക്ഷ്യം ദീനായിരിക്കണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, മോനെ നീ പോയിട്ട് പഠിച്ചോ മോനെ, നിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം. ഞാൻ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ഉപ്പ നേരത്തെ മരിച്ചു പോയതാണ്. ഞാൻ എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് നിന്റെ പഠിക്കാനും ജീവിക്കാനുമുള്ള ചെലവ് ഞാൻ നോക്കിക്കോളാം എന്ന് മഹദിയായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ മാതാവ് പഠിപ്പിച്ചിട്ട്, നീ പഠിക്കുന്നത് ശരി തന്നെ, നിന്റെ പഠന കാലയളവിൽ ഒരു ഹർഫ്, ഒരു അക്ഷരം നീ കൂടുതൽ പഠിക്കുമ്പോ ആ ഒരു അക്ഷരം കൊണ്ട് നീ അല്ലാഹുവിലേക്ക് അടുക്കുന്നില്ല എങ്കിൽ, നീ പഠിക്കുന്ന ഓരോ ഹർഫും, നീ കൂടുതലായി പഠിക്കുന്ന ഓരോ ഹർഫ് കാരണത്താൽ അല്ലാഹുവിലേക്ക് നീ അടുക്കുകയും നിനക്ക് ദീനീ ബോധം കൂടുകയും ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ ഈ പഠനം കൊണ്ട് നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരവും ഉണ്ടാവൂല. അതുകൊണ്ട് ഓരോ ഹർഫ് പഠിക്കുമ്പോഴും അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന ഉപദേശം നൽകി മക്കളെ പഠിപ്പിച്ചിരുന്ന ഉമ്മമാരുടെ കാലത്തിൽ നിന്ന് പഠിച്ചു വളർന്ന് വലിയൊരു മുതലാളിയാവണം, നല്ലൊരു നേതാവാകണം, നല്ലൊരു ബിസിനസ്സുകാരാവണം, നല്ലൊരു ഡോക്ടറാവണം, നല്ല വേക്കൻസിയുള്ള ജോലി എവിടെയെന്ന് നോക്കിയിട്ട് മക്കളെ ദീനിയായ ബോധമില്ലാതെ, ദീനിയായ ചിട്ടയില്ലാതെ, ദീൻ എന്താണെന്നറിയാതെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായാൽ, ഇനി മദ്രസയിലേക്കും ഹിഫ്ള് പഠിപ്പിക്കാനും ദീനീ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞേക്കുന്നത് എന്റെ മകൻ പഠിച്ച ഹാഫിളായി എന്റെ സമുദായത്തിനും എന്റെ ദീനിനും എന്റെ നാടിനും ഉപകരിക്കണമെന്ന നിയത്തല്ല. ആളുകൾ പറയണം എന്റെ മകൻ ഹാഫിളാണ്, വലിയൊരു ആലിമാണെന്ന്. എന്റെ മകൻ പഠിച്ചു വലുതായാൽ എന്റെ ദീനിന് സേവനം ചെയ്യണം, എന്റെ മകൻ ഡോക്ടറായാൽ സമുദായത്തിന് സേവനം ചെയ്യണം, എഞ്ചിനീയർ ആയാൽ അങ്ങനെ ദഅവത്ത് നടത്തണം, ടീച്ചറായാൽ ഇങ്ങനെ ദഅവത്ത് നടത്തണം. എവിടെ ഏത് രക്ഷിതാക്കൾ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും ആ പഠനത്തിലൂടെ, മക്കളിലൂടെ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് ദീനല്ലാതെ ഭൗതിക താല്പര്യമായി മാറിയാൽ, അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഭൂകമ്പങ്ങളെ, പ്രളയങ്ങളെ, കൊടുങ്കാറ്റുകളെ, തീക്കാറ്റുകളെ, ഉരുൾപൊട്ടലുകളെ, ചരൽക്കാറ്റുകളെ എല്ലാം നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയുന്നത്
ഒരു ഭർത്താവ്, ഒരു പുരുഷൻ ഭാര്യയെ അനുസരിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാരെ പീഡിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ വളരെ സ്നേഹത്തോടെ പെരുമാറാനാണ്, കാരുണ്യത്തോടെ പെരുമാറാനാണ് പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചത്, ജീവിച്ച് കാണിച്ചു തന്നത്. എന്ന് വെച്ച് കല്യാണം കഴിക്കലോടുകൂടി ഭാര്യയോടുള്ള സ്നേഹം കൂടി 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 ഉമ്മയോട് മോശമായി പെരുമാറി, ഉമ്മയെ അവഗണിച്ച് ഭാര്യയ്ക്ക് സ്ഥാനം നൽകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഭാര്യയെ സ്നേഹിച്ച് ഉമ്മയെ മോശമായിട്ട്, ഉമ്മയെ പീഡിപ്പിക്കുക, ഉമ്മയെ അകറ്റി നിർത്തി, ഉമ്മയോട് മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെ ഒരു കാലം കടന്നു വന്നാൽ ഇല്ല, അങ്ങനെയല്ലേ? ഭാര്യയെയും ഉമ്മയെയും രണ്ടുപേരെയും സ്നേഹിക്കുക. ഭാര്യയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മാടുള്ള സ്നേഹം കൂടിയിട്ട് ഭാര്യയോട് മോശമായിട്ട് പെരുമാറണ്ട. അങ്ങനെയുണ്ട് കുറച്ചാള്. ഉമ്മാട് വലിയ സ്നേഹമായിരിക്കും എന്ന് വെച്ചിട്ട് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യയോട് മോശമായിട്ട് പെരുമാറാം, അതും മോശമാണ്. ഉമ്മയോടും ഭാര്യയോടും, ഭാര്യയോട് കാണിക്കേണ്ട സ്നേഹം ഭാര്യയോട്, ഉമ്മയോട് കാണിക്കേണ്ട ബഹുമാനവും റെസ്പെക്റ്റും. അങ്ങനെ ഒരു പുരുഷന്റെ സ്വർഗത്തിന്റെ താക്കോലുള്ളത് ഉമ്മയുടെ കയ്യിലാണ്, മാതാപിതാക്കളുടെ കയ്യിലാണ്. ഒരു പുരുഷന്റെ, ഒരു ഭർത്താവിന്റെ സ്വർഗമുള്ളത് ഭർത്താവിന്റെ ഉമ്മയുടെ കയ്യിലാണ്. ഉമ്മ കൊടുക്കണം ചാവി, ഉമ്മ ചാവി കൊടുത്തില്ലെങ്കിൽ സ്വർഗം കാണൂല. എന്നാൽ ഒരു പെണ്ണിന്റെ സ്വർഗമുള്ളത് ഭർത്താവിന്റെ കയ്യിലാണ്, ഭർത്താവ് കൊടുക്കണം ചാവി. അപ്പൊ രണ്ടുപേർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിച്ച് കലഹങ്ങളില്ലാത്ത കുടുംബം, സന്തുഷ്ടമായ കുടുംബം, സന്മനസ്സുള്ള കുടുംബം, ഇങ്ങനെ ഒരു കുടുംബമാക്കി മാറ്റണം. പിണക്കങ്ങളും കലഹങ്ങളും ഇല്ലാത്ത, പിളർപ്പില്ലാത്ത, കലർപ്പില്ലാത്ത, സംശുദ്ധമായ സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മുടെ വീടുകൾ മാറണം. അതിന് പകരം നമ്മുടെ വീടുകൾ മാറുന്നത് കലഹങ്ങളുടെ, കോലാഹലങ്ങളുടെ, പ്രശ്നങ്ങളുടെ ഒരു ഭവനമായി, വീടായി മാറിപ്പോയി. ഉമ്മയെക്കാളും പ്രാധാന്യം ഭാര്യയ്ക്ക് നൽകുന്ന കാലമായാൽ ശക്തമായ വിപത്തുകളെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വഅദ്നാ സ്വദീഖഹു വഅഖ്സാ അബാ, ചങ്ങാതിമാരെ അടുപ്പിക്കുക, ഉപ്പമാരെ അകറ്റുക. പ്രാധാന്യം സുഹൃത്തുക്കൾക്ക്. ഉപ്പമാർക്കൊരു പ്രാധാന്യവുമില്ല, ഉപ്പമാർക്ക് യാതൊരു സ്ഥാനവുമില്ല. ചങ്ങാതിമാരോട് കൂടുതൽ സ്നേഹം, ഉപ്പമാരെ അകറ്റി നിർത്തുക. അവര് പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ഫ്രണ്ട്ഷിപ്പിന് ജീവൻ നൽകുന്നവർ ഉപ്പമാരുടെ വാക്കുകൾക്ക് കാതോർക്കാതെ സുഹൃത്തുക്കളെ ഓൺലൈൻ വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റ വഴി, വാട്സപ്പ് വഴി അടുപ്പിച്ച് അവരുമായി സ്നേഹം പങ്കിട്ട് അവരുമായി സമയം ചെലവഴിക്കുമ്പോ തിരിഞ്ഞു നോക്കാനില്ലാത്ത വൃദ്ധനായ ഒരു പിതാവ് വീട്ടിലുണ്ട്, അവരെ സഹായിക്കാൻ ആരോരുമില്ല എന്ന ബോധം പോലുമില്ലാതെ ചങ്ങാതിമാരെ അടുപ്പിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വന്ന് ഉപ്പമാരെ അകറ്റി നിർത്തുന്ന ഒരു കാലം കടന്നു വന്നാൽ, അഥവാ മാതാപിതാക്കൾക്ക് യാതൊരു പരിഗണന നൽകാതെ ഭാര്യമാർക്കും ചങ്ങാതിമാർക്കും പ്രാധാന്യം നൽകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, പള്ളികൾ കോലാഹലമുള്ളതാവുക, പള്ളികളിൽ ശബ്ദങ്ങൾ ഉണ്ടാവുക, ശബ്ദ മലിനീകരണം ഉണ്ടാവുക, പള്ളികളിൽ അലങ്കോലം ഉണ്ടാവുക, പള്ളികളിൽ അക്രമങ്ങൾ ഉണ്ടാവുക, അടിപിടി ഉണ്ടാവുക, പള്ളികളിൽ തർക്കങ്ങൾ ഉണ്ടാവുക, കോലാഹലങ്ങൾ. പള്ളികളിൽ വെച്ച്
വാളെടുക്കുക, പരസ്പരം വെട്ടുക, പള്ളിയുടെ മിമ്പറിൽ കയറി ഉസ്താദുമാരെ തെറി വിളിക്കുന്നത്, പള്ളികളുടെ മിമ്പറിൽ കയറി ഉസ്താദുമാരെ തടയുന്നത്, ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, പാർട്ടിയുടെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ കയറി കോലാഹലങ്ങൾ ഉണ്ടാക്കി ശബ്ദമുഖരിതമായി ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീടായി നമ്മുടെ പള്ളികൾ മാറിയാൽ ഒരു നാടിന്റെ ഭരണാധികാരി, ഒരു കുടുംബത്തിന്റെ ഭരണാധികാരി, ഒരു സമുദായത്തിന്റെ ഭരണാധികാരി തമ്മാടിയായി മാറുക. സത്യത്തിൽ നേതാക്കളാവേണ്ടത് മുത്തഖീങ്ങളാണ്, തഖ്വയുള്ളവരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ തമ്മാടികൾ നേതാവാവുക. ആത്മാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളൊക്കെ രാഷ്ട്രീയതയുടെ തലപ്പത്തെത്തുക. സമ്പത്തിന്റെ പേരിൽ, തറവാട്ടിന്റെ പേരിൽ, സ്വാധീനത്തിന്റെ പേരിൽ. പക്ഷേ നിരന്തരമായി ആത്മാർത്ഥമായി ശരീരം പണയം വെച്ച് പ്രവർത്തിക്കുന്ന എത്രയോ പ്രവർത്തകർ ഇന്നും ഒരു സ്ഥാനം പോലും ലഭിക്കാതെ മെഴുകുതിരിയായി ഇങ്ങനെ അരിഞ്ഞു തീരുകയാണ്. എന്നാൽ വെള്ളക്കതറും വെള്ള തുണിയുമിട്ട് ഇസ്തിരി പൊളിയാതെ കുപ്പായമിട്ട് നടക്കുന്ന ചില ആളുകൾ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയത്തിന്റെ ഉന്നതമായ തസ്തികയിലെത്തുക. ആത്മാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ, വിശ്വസ്തത തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ, കപടന്മാരായ ആളുകൾ നാട് ഭരിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാൽ പ്രളയങ്ങളും ഭൂകമ്പങ്ങളും ശക്തമായ കൊടുങ്കാറ്റുകളും അള്ളാഹുവിന്റെ നിരന്തരമായ ശിക്ഷകളും കാത്തുകൊള്ളണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. وكان زعيم القوم أرذلهم وكان زعيم القوم أرذلهم. നാട്ടിന്റെ സമുദായത്തിന്റെ നേതാക്കന്മാർ നിന്ദ്യരാവുക. ഒരു സമുദായത്തിന്റെ, ഒരു പാർട്ടിയുടെ, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നേതാക്കന്മാർ നിന്ദ്യരാവുക. തഖ്വയുള്ളവർക്ക് പ്രാധാന്യമില്ല, അല്ലാഹുവിനെ പേടിയുള്ളവർക്ക് അംഗീകാരമില്ല. സമ്പത്ത് നോക്കി, നോട്ടുകെട്ട് നോക്കി, സ്ഥാനമാനം നോക്കി, തറവാട് നോക്കി സ്ഥാനങ്ങൾ നൽകി അവരെ പൂജിക്കുന്ന, അവരെ ഉന്നതമായ തസ്തികയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിയമസഭയിൽ പൊട്ടിത്തെറിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ? ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമോ? ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ MP സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊക്കെ പേടിച്ചു പോവുക. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് മുമ്പിൽ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. എതിർത്തു പോയാൽ തന്റെ സ്ഥാനം തെറിക്കുമെന്നുള്ള പേടിയോടെ ഇനി പള്ളിയിലേക്ക് കടന്നു വന്നാൽ പള്ളിയുടെ സ്ഥാനം, ഞാൻ പള്ളി പ്രസിഡന്റിനെതിരെ, പള്ളി കമ്മിറ്റിക്കെതിരെ, സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ എന്നെ തട്ടുമോ എന്ന പേടി. അപ്പോ ആ ഒരു പേടി കാരണം അയാൾ ചെയ്യുന്നതെല്ലാം അംഗീകരിക്കുക, അയാൾക്ക് അന്ധമായ സപ്പോർട്ട് നൽകുക. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അങ്ങോട്ട് ന്യായീകരിക്കുന്ന ഒരു കാലം വരിക. അയാളെ ശർറിനെ പേടിച്ചിട്ടാണ് ബഹുമാനിക്കുന്നത്. അയാൾ ചെയ്യുന്നത് ശരിയായതുകൊണ്ടല്ല. ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ എന്നെ അയാൾ തഴയും, എന്നെ അയാൾ ഇരുത്തേണ്ടിടത്തിരുത്തും. ആ ഒരു പേടിയോടെ എല്ലാ തോന്നിവാസങ്ങൾക്കും, എല്ലാ അധർമ്മങ്ങൾക്കും കട്ട സപ്പോർട്ട് നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവുക. അയാളുടെ ശർറിനെ പേടിച്ചിട്ടാണ് ഒരാളെ ബഹുമാനിക്കുന്നത്. പാട്ട് പാടുന്ന, നൃത്തം വെക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവുന്നത് അപകടമാണ്. കല്യാണത്തിന്റെ പേരായാലും, ഇനി നമ്മുടെ മ്യൂസിക്കലി പോലെയുള്ള, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്പുകളാണെങ്കിലും, ഏത് ചാലഞ്ച് എടുത്താലും മുസ്ലിം പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ നൃത്തം വെക്കുന്നതോ, നിങ്ങൾ ഡാൻസ് ചെയ്യുന്നതോ അത് നിങ്ങളുടെ പെണ്ണുങ്ങൾക്കിടയിൽ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ 4-5 പെണ്ണുങ്ങൾ കൂടി തുള്ള ചാട എന്ത് ചെയ്താൽ പ്രശ്നമില്ല. പക്ഷേ അത് പൊതുസമൂഹത്തിലേക്ക്, അന്യപുരുഷന്മാരിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് പ്രശ്നമാണ്. സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്നവർ, അന്യപുരുഷന്മാർക്കിടയിൽ പാട്ടുപാടി ഡാൻസ് കളിച്ച് നൃത്തം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ, നിങ്ങളുടെ ആങ്ങളമാരുടെ മുമ്പിൽ, നിങ്ങളുടെ മഹ്റമീങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ഗാനവും നിങ്ങളുടെ നൃത്തവും ചുവടുമൊന്നും കുഴപ്പമില്ല. പക്ഷേ പൊതുജനങ്ങൾക്കിടയിലേക്ക്
നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഇങ്ങനെ ആടിപ്പാടി പ്രദർശിപ്പിക്കുന്നത് ശക്തമായ ദുരന്തങ്ങൾക്ക് കാരണമാകും, ശക്തമായ പരീക്ഷണങ്ങൾക്ക് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സോഷ്യൽ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഡയലോഗും അഭിനയങ്ങളും ഒക്കെ നടത്തുന്നത്, ഓരോരോ ചാലഞ്ചുകൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾ വൽ മആസിഫ്, ഹറാമായ മ്യൂസിക്കുകൾ പാടില്ലെന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ അനുവദിച്ചു തരാത്ത, ലഹരി പോലെ ശരീരത്തെ മത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, ഹറാമിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില മ്യൂസിക്കുകളുണ്ട്. അത്തരം മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നതും ശക്തമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വശുരിബത്തിൽ ഖുമൂർ, കള്ള് കുടിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ലാഘവത്തോടെ കള്ള് കുടിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ല. പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ചെന്ന് അവിടെ പോയി ഹോസ്റ്റലുകളിൽ താമസിച്ച്, ഹോസ്റ്റലുകളിൽ കണ്ട മതസ്ഥരുടെ കൂടെ നിന്നിട്ട്, കണ്ട ചെമ്മാടികളുടെ കൂടെ നിന്നിട്ട് വടിയില്ലാതെ കള്ളു കുടിക്കുക. ആര്? നമ്മുടെ പെൺകുട്ടികൾ തന്നെ. കഞ്ചാവടിക്കുന്നുണ്ട് നമ്മുടെ പെൺകുട്ടികൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, അതിന്റെ അഡിക്റ്റായവരുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് വ്യഭിചാരത്തിന്റെ ശൃംഖലകളിൽപ്പെട്ടവരുണ്ട്, വ്യഭിചരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നവരുണ്ട്. തമാശയല്ല. വശുരിബത്തിൽ ഖുമൂർ, കള്ള് കുടിക്കുന്ന ഒരു കാലം ലാഘവത്തോടെ ഹറാമാണെന്ന ബോധമുണ്ടായിട്ടും ധിക്കാരത്തോടെ കള്ള് വ്യാപകമായി ആളുകൾ കുടിക്കാൻ തുടങ്ങി, കഞ്ചാവ് വ്യാപകമായി അടിക്കാൻ തുടങ്ങി, ലഹരിയും മയക്കുമരുന്നും വ്യാപകമായി മടിയില്ലാതെ നിസ്സാരമായി കണ്ട് ഇതൊക്കെ ഹലാലായി ചിത്രീകരിച്ച് ഉപയോഗിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരും. കടന്നു വന്നാൽ വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, നേരത്തെ കഴിഞ്ഞു പോയവർക്ക് തിരിഞ്ഞില്ല, ഞങ്ങളാണ് തിരിഞ്ഞവർ. അവർക്ക് എന്തറിയാൻ? അവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്, അവർ ചെയ്തത് തെറ്റാണ്. മുൻകാലത്തുള്ള ഗതകാല ചരിത്രങ്ങളിൽ ഇസ്ലാമിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച സൂഫി വര്യന്മാരെ, മഹാന്മാരെ, ഔലിയാക്കളെ ധിക്കരിച്ച് അവരെ ശപിക്കുന്ന, അവരെ പുച്ഛിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ശക്തമായ തീക്കാറ്റുകൾ ഉണ്ടാകും, കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, പ്രളയങ്ങൾ ഉണ്ടാകും, വസൽസല, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകും. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകും. വഖസ്ഫൻ, ഭൂമി വിഴുങ്ങിക്കളയും, വീടിനെ വിഴുങ്ങും, കിണറിനെ വിഴുങ്ങും, മനുഷ്യരെ വിഴുങ്ങും, ബിസിനസ് സാമ്രാജ്യങ്ങളെ, സ്ഥാപനങ്ങളെ, പാലങ്ങളെ, റോഡുകളെ എല്ലാം ഭൂമി വിഴുങ്ങും. കോലം തന്നെ അള്ളാഹു മാറ്റിമറിച്ചു കളയും. ചരൽക്കാറ്റുകൾ, ആകാശത്ത് നിന്ന് ചരൽക്കാറ്റുകൾ അഥവാ ചരൽ കല്ലുകളാണ് മഴയ്ക്ക് പകരം വരുന്നത്. നല്ല കോരിച്ചൊരിയുന്ന മഴയാണെന്ന് പറഞ്ഞ് പുറത്തിരുന്നാൽ തലയിലേക്ക് കല്ല് വീണ് തൽക്ഷണം മരിച്ചു പോകുന്ന ചരൽക്കാറ്റുകൾ ഉണ്ടാകും. പിന്നെ ഇതിന് തത്തുല്യമായി സമാനമായ നിരന്തരമായ മാരകമായ മറ്റുള്ള അപകടങ്ങളും അള്ളാഹു നൽകും. നിപ്പ പോലെയുള്ള വൈറസ്, അതുപോലെ തന്നെ മാരകമായ പകർച്ചവ്യാധികൾ നൽകും. ഇതൊക്കെ എങ്ങനെയുണ്ടായി? മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണത്താലാണ് ഈ ശിക്ഷകളൊക്കെ അള്ളാഹു നൽകുന്നത്. അല്ലാതെ അള്ളാഹു നിങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇനി അള്ളാഹു തആല ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. രക്ഷപ്പെടണം, നമ്മൾക്ക് ശിക്ഷകൾ വരാതെ നമ്മുടെ നാടിനെ കാത്തുകൊള്ളണം, അപകടങ്ങളില്ലാതെ നമ്മുടെ നാടിനെ കാക്കണം. വേണ്ടേ? ദുരന്തങ്ങളില്ലാതെ, സുനാമിയില്ലാതെ, വെള്ളപ്പൊക്കങ്ങളില്ലാതെ, ഉരുൾപൊട്ടലില്ലാതെ, ഭൂകമ്പങ്ങളില്ലാതെ, പകർച്ചവ്യാധികളില്ലാതെ അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു രക്ഷപ്പെടുത്തിയതുപോലെ ഫിർഔനിന് അല്ലാഹു ഒരുപാട് അവസരം നൽകി, പക്ഷെ അവസാനം പിടിച്ചു. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലേക്ക് ശിക്ഷ ഇറങ്ങി, മരണപ്പെടുമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ തൗബ ചെയ്ത് മടങ്ങി അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയതുപോലെ
നമ്മുടെ മുമ്പിലും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യമാണ് വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയേ, അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയുടെ സമുദായത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല. നബി തങ്ങൾ വഫാത്തായി പോയി. നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയുടെ സമുദായത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല. വഫാത്തായി. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങളുടെ സമുദായത്തിനൊരു ചാൻസ് കൂടി, ഒരു അവസരം കൂടി ഞാൻ കൊടുത്തേക്കാം. അവർ ഇസ്തിഗ്ഫാർ ചെല്ലാൻ തുടങ്ങിയാൽ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അഥവാ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ദിവസത്തിലെ രാവിലെ ഒരു 100, പകൽ സമയത്ത് ഒരു 100, രാത്രി സമയത്ത് 100, മിനിമം 200 ഒരു ദിവസത്തിൽ ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാഹുവേ പുറത്തുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലാഹുവേ പുറത്തുക. അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലണം. വയസ്സായ ഉമ്മമാര്, വീട്ടിലുള്ള രക്ഷിതാക്കൾ, നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുത് വലുത് വ്യത്യാസമില്ലാതെ എല്ലാവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആളുകളായാൽ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ. അല്ലാഹുവിനെ റുക്കൂ ചെയ്യുന്ന, അല്ലാഹുവിനെ ഓർത്ത് തസ്ബീഹ് മാല പിടിക്കുന്ന രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവണം. അല്ലാഹുവിനെ ഓർത്ത് ടിവിയുടെ റിമോട്ട് വലിച്ചെറിഞ്ഞ് ചാനലിന്റെയും സിനിമയുടെയും സീരിയലിന്റെയും മുമ്പിൽ കുത്തിയിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും വയോധികരായ രക്ഷിതാക്കളല്ല വേണ്ടത്. ആ റിമോട്ട് വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ പള്ളിയിലും വീട്ടിലും ഇരുന്ന് തസ്ബീഹ് ചെല്ലുന്ന, ദിക്ർ ചെല്ലുന്ന, ഇസ്തിഗ്ഫാർ ചെല്ലുന്ന, ഖുർആൻ ഓതുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. പിന്നെ മുലപ്പാല് കുടിക്കുന്ന മക്കള്, മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ ഉണ്ടായാൽ അല്ലാഹു ശിക്ഷകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ആയുധം ഇസ്തിഗ്ഫാറാണ്. നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അവസാനമായ ഒരു ആയത്ത് കൂടി. രണ്ടാമത്തെ കാര്യം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഒരാൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ, തഖ്വയുള്ളവനായാൽ, എന്താണ് തഖ്വ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക. ഇനി ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ വിട്ടുപോയാലോ ഉടനെ തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താലോ അപ്പോഴും തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ഒരാൾക്കും കഴിയില്ല ചെയ്യാൻ പറഞ്ഞത് മുഴുവനും കൃത്യമായി ചെയ്യാനും ചെയ്യരുത് എന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്യാതിരിക്കാനും ഒരാൾക്കും കഴിയില്ല. മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവ പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്നാവണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. നിങ്ങൾ എവിടെ പോയാലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന. എന്നിട്ടും തെറ്റ് വന്നാൽ ഉടനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് നന്നാവണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആൺ പെൺ ചെറുത് വലുത് വ്യത്യാസമില്ലാതെ മുസ്ലിമീങ്ങളായ നമ്മൾ എല്ലാവരും ഒന്നടങ്കം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ. എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. സാമ്പത്തിക ബാധ്യതയുണ്ടോ, അല്ലാഹു ബാധ്യതകളിൽ നിങ്ങളെ മാറ്റിത്തരും. വീടില്ലേ, അല്ലാഹു വീട് വെച്ചു തരും. മക്കളില്ലേ, അല്ലാഹു മക്കൾ തരും. ജോലിയില്ലേ, അല്ലാഹു ജോലി തരും. രോഗങ്ങളുണ്ടോ, അല്ലാഹു ശിഫ നൽകും. പക്ഷേ ഡിമാൻഡ്
തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നമ്മൾ അറിയാത്ത വഴിയിലൂടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നമ്മൾക്ക് റിസ്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോടുപ്പമാരോടൊക്കെ പറയാനുള്ളത്, രാവിലെ എണീക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റിലൂടെയാവണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇസ്ലാം ഓരോ മേഖലകളിലും ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ദിക്ർ, ബാത്റൂമിൽ പോകുമ്പോൾ ദിക്ർ, തിരിച്ചു വരുമ്പോൾ ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, തിരിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്, അതുപോലെ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുണ്ട്. അങ്ങനെ ഓരോ മേഖലകളിലും അല്ലാഹു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ദിക്ർ ചൊല്ലി പിശാചിനെ അകറ്റാനാണ് ദിക്ർ ചൊല്ലാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ കൂടെ പിശാച് ഭക്ഷണം കഴിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ കൂടെ പിശാച് ഉണ്ടാകും. വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ കൂടെ പിശാച് ഉണ്ടാകും. അങ്ങനെ ഓരോ മേഖലകളിൽ ദിക്ർ ചൊല്ലുമ്പോൾ പിശാചിനെ അകറ്റാൻ കഴിയും. ഒരാൾ ദിക്റിൽ നിന്ന് മാറി നിന്നാൽ അവന്റെ കൂടെ പിശാചിനെ ഞാൻ നിയോഗിക്കുകയും അവനവന്റെ ചങ്ങാതിയായി കൂട്ടുകാരനായി പിശാച് കൂടെയുണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ദിക്റിൽ നിന്ന് മാറിയാൽ ഒരാളുടെ ജീവിതം ശക്തമായ ഭാരമുള്ളതായിരിക്കും, കുടുസായിരിക്കുമെന്നും അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ദിക്റയോടെ എണീറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി മരിക്കുകയാണ്, നാളെ നിന്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണരുകയാണെന്ന് ദിക്ർ ചൊല്ലി ഉറങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളിലും ദിക്ർ ചൊല്ലണം. നല്ല കാര്യങ്ങളാണെങ്കിൽ ബിസ്മി ചൊല്ലണം. വണ്ടിയിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തുഖ്ലാനു അലല്ലാഹ്. ഓരോ മേഖലകളിൽ ഓരോ ദിക്റുകൾ അല്ലാഹു പഠിപ്പിച്ചു. ആ ദിക്റുകൾ ചൊല്ലി ദിവസേന കഴിയുന്നത്ര ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ഞാനടക്കമുള്ള എല്ലാ ആളുകളും ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അതിന് അല്ലാഹു അവസരം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്.